ഞാൻ പറയാറുണ്ട്, ഒരുപാട് ബ്രോക്കർമാർ, അവരെ കൊണ്ട് ഒരുപാട് നല്ല മനുഷ്യൻ പാവങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവർ പാവങ്ങളുടെ കുട്ടികളുടെ കാര്യം, വീടിൻ്റെ കാര്യം, അങ്ങനെ തുടങ്ങി അതിൽ കിട്ടുന്നത് കൊണ്ട് റാഹത്തോടെ ജീവിക്കുകയും ചെയ്യും. പക്ഷേ എന്താണ് പൊന്നുപോലത്തെ ഭൂമി, ആ പൊന്നുപോലത്തെ എനിക്ക് പറയാറില്ല ബാബാജിക്ക, എനിക്ക് എങ്ങനെ രൂപ അറിയണില്ല. ചില ബ്രോക്കർമാരുടെ വാക്കുകളൊക്കെ പൊന്നാണേ സ്വർണ്ണാണയം. അവിടെ ഇപ്പുറത്ത് നേരെ അപ്പുറത്ത് പോയി വരാ 25 കൊല്ലം ശ്രമിച്ചാൽ നിങ്ങൾക്കത് വിറ്റുമല്ല. കാരണം ഒന്നിനും പറ്റാത്ത ഭൂമിയാണ്. ഇവൻ അല്ല വിടുമോ? ഈ ബ്രോക്കർ അല്ല വിടുമോ? നിങ്ങൾ ആലോചിച്ചു, ഈ ബ്രോക്കർമാർ നല്ലവർക്ക് ഭരിക്കും ചെയ്യുമോ? ഇപ്പുറത്ത് പോയിട്ട് പറയാ ഉടമയോട്, അല്ല വാങ്ങേണ്ടവനോട് പൊന്നുപോലത്തെ ഭൂമി, സ്വന്തം ആ ഭൂമിയുടെ ഉടമയോട് ചെന്ന് പറയാ അടുത്ത കാലത്തൊന്നും വിറ്റുപോലട്ടാ. കാരണം നിങ്ങളെ ഭൂമിയൊക്കെ ആര് വാങ്ങാനാ? ഇതൊക്കെ മനുഷ്യന്മാർ വാങ്ങും. പിന്നെ ഒരു 10 ലക്ഷം ഉറുപ്പ്യക്ക് വേണമെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം, എന്നാൽ തന്നെ 2 ഇങ്ങോട്ട് വേണം. അധ്വാനിച്ചോളൂ, ബ്രോക്കർമാർ അധ്വാനിക്കണം. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അൽഹംദുലില്ലാ തൃപ്തിപ്പെട്ട് കിട്ടി. എത്ര കിട്ടിയാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നാണിയൊക്കെ നാടി തെറ്റുമെന്നാവും. നാണി ചില കച്ചവടക്കാരുണ്ട്, അന്നറിയോ നിങ്ങൾ, മേഡ് ഇൻ ചൈന, അത് നേരെ സ്റ്റിക്കർ മാറ്റിയിട്ട് മേഡ് ഇൻ ജപ്പാൻ. എന്താണ് ഈ ജപ്പാൻകാരൊക്കെ അല്ല രക്ഷപ്പെടുത്തും? നിങ്ങൾ ആലോചിച്ച് നോക്കി, മേഡ് ഇൻ ജപ്പാൻ, ഫ്രഷ് പൊറാട്ട, ഫ്രഷ് ഇന്നലത്തെ പൊറാട്ട ചൂടാക്കിയതാണ്. ഇന്നത്തെ എന്നിട്ടതോ ഫ്രഷ് പൊറാട്ട എന്ന് പറയും. എന്നിട്ട് മുൻപ് 2 പൊറാട്ട കൊടുത്താൽ അടിയിലെ പൊറാട്ട പറയണ്ട, മുകളിൽ നല്ല ഫ്രഷ് തന്നെയാണ്. അത് തന്നെ ചൂടാക്കിയ ഫ്രഷ്. എന്തെല്ലാം കച്ചവടത്തിലാണ് മഹാന്മാർ ചോദിക്കുന്ന ഏറ്റവും വലിയ ചതിയും വഞ്ചനയും അത് കച്ചവടക്കാരിലാകുന്നു. കച്ചവടം വലിയ ഇബാദത്താണ്, നല്ല പുണ്യമുള്ളൊരു അമലാണ്. പക്ഷെ വഞ്ചന നടത്തിപ്പോകരുത്. മേഡ് ഇൻ ചൈന കൊണ്ടുവന്നിട്ട് മേഡ് ഇൻ ജപ്പാനാക്കുക. എന്താവട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. നഊദു ബില്ലാഹ്, യജമാനനായ റബ്ബ് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഈ കച്ചവടക്കാരൻ ചിന്തിച്ചിട്ടുണ്ടോ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. റസൂലുള്ളാഹിനോട് പറഞ്ഞുവെങ്കിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ ഒരു അക്ഷരം മുഴുകുന്നുണ്ടോ അത് കുറിച്ച് വെക്കാൻ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു സഹോദരൻ, ഒരു കച്ചവടക്കാരൻ ഈ ചതിയുള്ള വാക്ക് പറയുമ്പോൾ ഇത് എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, ഇത് എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ. ഈമാനിൻ്റെ വെളിച്ചം കിട്ടിയ ഒരു ബ്രോക്കറായ മനുഷ്യനെങ്ങാനും ഈ കാണുന്ന ഭൂമിയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 അഭിപ്രായമായി പറയുമ്പോൾ, മുസ്ലിമീങ്ങളെ, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഖാലിഖായ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ, പടച്ച റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ. ആ റബ്ബാണല്ലോ നമുക്ക് നൽകുന്നത്, ആ റബ്ബാണല്ലോ ആയുസ് നൽകുന്നത്, ആ റബ്ബാണല്ലോ ആഫിയത്ത് നൽകുന്നത്, ആ റബ്ബാണല്ലോ നമുക്ക് എല്ലാം നൽകുന്നത്. ആ റബ്ബിനെ അവൻ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നിട്ടാണോ ഈ പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചു കളയുന്നത്, വഞ്ചിച്ചു കളയുന്നത്? അല്ലാഹു ഈ വഞ്ചനക്കാരെ വെറുതെ വിടുമോ? കച്ചവടത്തിനും ബ്രോക്കർ പണിയിലൂടെയും ചതിച്ച് വഞ്ചിച്ച് ജീവിക്കുന്നവരെ അല്ലാഹു കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ മരിപ്പിക്കൂ. എത്ര ബ്രോക്കർമാരുണ്ട് നിങ്ങൾ പറയും? എത്ര ബ്രോക്കർമാരാണ് അവസാനം ഒന്നുമില്ല, ശാരീരികമായും മറ്റൊക്കെ എത്ര കാണുന്നു. വഞ്ചിക്കരുത്. ബ്രോക്കർ പണി നല്ല പണിയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ കച്ചവടം നല്ല റാഹത്തുള്ളതാണ്, നല്ല പണിയാണ്. പക്ഷേ ചതിക്കുമ്പോൾ സൂക്ഷിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകുന്നത് കിട്ടും ചെയ്യും അവർക്ക്. ആ ഹംദ് പറഞ്ഞാൽ തന്നെ അള്ളാഹ് നല്ല കൊടുക്കും. ഒരു ഭൂമി കച്ചവടം ചെയ്തു കൊടുത്തു, അവർ നല്ല റാഹത്തിൽ വല്ലതും കൊടുത്തു, അൽഹംദുലില്ലാഹ്. അധ്വാനിച്ചവർക്ക് പറയും ചെയ്യും എന്തെങ്കിലുമൊക്കെ തരണട്ടാ, ഒക്കെ വാങ്ങാം. പക്ഷേ ഞാനീ പറയുന്നത്, ചിലപ്പോൾ അധ്വാനിച്ചു, അതിൽ പറയാം എനിക്ക് എത്ര രൂപയൊക്കെ തരണം, ഞാൻ കുറെ അധ്വാനിച്ചതല്ല, ഒക്കെ വാങ്ങിക്കോളൂ. ചതിപ്രയോഗം നടത്തരുത്. 10 പൈസക്കുണ്ട ഭൂമി, 10 പൈസ. അതിപ്പോൾ ഇങ്ങനെ സുലൈമാക്കൊക്കെ പറയണം, എന്നാലപ്പം മട്ടാകുള്ളൂ, ഞാനല്ല. 10 പൈസ എന്താണ്? ഇപ്പം അടുത്തൊരാൾ പറയുന്നത് കിട്ടും. എന്നിട്ട് കേരളത്തിൽ നിന്ന് ഒരു ആചാര്യ കൊടുന്ന് ഒരു വഴിക്കാക്കിയെന്ന്. എന്താണ് ഈ പറയുന്നത്? നല്ലൊരു മനുഷ്യനെ കൊടുത്തിട്ട് ഈ രാജ്യത്ത് അങ്ങനെ കുറെ കള്ള ബ്രോക്കർമാരുണ്ട്. അല്ലാഹു തആല ഈ കള്ള ബ്രോക്കർമാരെ വെറുതെ വിടും? നിങ്ങൾ പറയും, ഏതെങ്കിലും ഒരു പാവത്തെ കൊടുന്ന് വഞ്ചിച്ച് കഴിഞ്ഞാൽ
അല്ലാഹു തആല കൊടുക്കൂലെ ഭാര്യ മക്കളുടെ, അവൻ്റെ ഭാര്യ മക്കളുടെ അല്ല കൊടുക്കൂലേ? ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാര് പഠിപ്പിക്കുന്നു, അഖ്ദും ബിഹഖ്ഖിൻ, മറ്റൊരാളെ ഹക്കും ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത വിധത്തിൽ പിടിക്കരുത്, അള്ളാഹു പൊരുത്തപ്പെടുന്ന വിധത്തിലാവണം. വഇൻഫാഖും ഫീ ഹഖ്ഖിൻ, മാത്രമല്ല ഒരു 10 പൈസ ചെലവഴിക്കുന്നുവെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുമായിരിക്കണം. വഅദാഉൽ ഫറാഇൽ, ഫറളുകളൊക്കെ വിട്ടലാണ്. വജ്തിനാബുൽ മഹാരിം, അള്ളാഹു അനുവദിക്കാത്തതൊക്കെ വെടിയലുമാണ്. വൽഇക്സാറു മിനൽ മൻദൂം, ഇതാണ് അഹ്സനുൽ അമൽ, നല്ല നല്ല സുന്നത്തായ കാര്യങ്ങളൊക്കെ പെരുപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു മനുഷ്യൻ അഹ്സനുൽ അമൽ എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതെന്നും മഹാന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എല്ലാത്തിനും ഡൂപ്ലികളുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗവും എല്ലാ വിഷയത്തിലും ഞാൻ പറഞ്ഞു, എത്രയോ നല്ല ബ്രോക്കർമാർ എനിക്കറിയാം, എത്രയോ നല്ല കച്ചവടക്കാർ എനിക്കറിയാം, എത്ര നല്ല ഈമാനിൻ്റെ വെളിച്ചത്തോടു കൂടെ നടക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ട്. പടച്ചുറപ്പിനെ പഠിച്ചിട്ട് അങ്ങോട്ട് സംസാരമേ ഇല്ല. ഞാൻ മറിച്ചുള്ള വിഷയത്തിൽ ഒരു പെങ്ങൾ, ഒരു സഹോദരൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്കിനാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ. എൻ്റെ വാള് കേൾക്കുന്ന പെങ്ങളെ, നിന്റെ മാറിടം വെളിവാക്കി മുടി വെളിവാക്കി റസൂലുള്ളാഹിനെ മറന്നിട്ട് ഖാലിഖായ റബ്ബിനെ മറന്ന് നീ നടക്കുന്നുണ്ടോ? ഒരു വേള നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്കിനാ, നാം എങ്ങാനും മരിച്ചിട്ട് നമ്മെ അങ്ങനെ ഒഴിച്ചുവിടുന്നുവെങ്കിൽ ഇനി ഒന്നുമില്ല. ചില ആളുകൾ പറയുമല്ലോ, മരണത്തോടുകൂടെ ഇനി ഒന്നുമില്ല, ഒരു പുനർജന്മമില്ല. പലതും പറയും. അവർ യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അവരൊക്കെ അനുഭവിക്കേണ്ടത് ആ ഘട്ടങ്ങളിൽ അല്ലാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യും. എത്രയെത്ര ധിക്കാരികൾ, എത്രയെത്ര യുക്തിവാദികൾ. ഫിർഔനിനെ അല്ലാഹു പഠിപ്പിച്ചില്ലയോ? നമ്രൂദിനെ പടച്ച റബ്ബ് വിറപ്പിച്ചില്ലയോ? ഖാറൂനിനെ അല്ലാഹു വിറപ്പിച്ചിട്ടുണ്ട്. സത്യമാണ് പെങ്ങളെ, ധിക്കാരം കാണിക്കരുത്. ദീനിന്റെ മക്കളെ, ദീനിന്റെ ചെറുപ്പക്കാരായ യുവാക്കളോട് പറയട്ടെ, ധിക്കാരം കാണിക്കരുത്. ഇദാ മിത്നാ തുരിക്കിനാ, നമ്മളൊക്കെ മരിച്ചിട്ട് ഇനി അത് ചില ആളുകൾ മണ്ണായി പോകും, ഭസ്മാക്കി കളയും. കുറേ ആളുകൾ അങ്ങനെ പറയും. മൂമിനീങ്ങൾ പറയൂല, പറയും മരിക്കലോടെല്ലാം കഴിഞ്ഞു, പിന്നൊരു ഖബറിൽ ജീവിതം, ഒരു പുനർജന്മം, മഹ്ശറ, അങ്ങനൊന്നുമില്ല. ആ പറയുന്നവരൊക്കെ ഉണ്ടല്ല, അവർക്കൊക്കെ അത് ഒരു ഘട്ടം വരാനുണ്ട്. അതൊക്കെ നാവുകനുള്ളപ്പോൾ അല്ലാഹു ഒന്ന് പിടിച്ചാൽ അതും കഴിഞ്ഞു, അത് പിടിച്ചാൽ അതും കഴിയുമല്ലോ. പക്ഷേ ആ രോഗം ഇങ്ങനെ പോകട്ടെ. നമ്മൾ മൂമിനീങ്ങളാണ്. ഇദാ മിത്നാ തുരിക്കിനാ, നമ്മളൊക്കെ മരിച്ചു എന്നിട്ട് വെറുതെ ഒഴിവാക്കുകയാണോ? എന്നാൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, മരണമാണ് മുസ്ലിമീങ്ങളെ ജീവിതത്തെക്കാളും നല്ല റാഹത്ത്. മരിച്ചിട്ട് ഇനിയൊന്നും വേറെ ഒന്നുമില്ല എങ്കിൽ വലൗ കുന്നാ ഇദാ മിത്നാ ബുഇത്നാ, നമ്മൾ മരിച്ചു രണ്ടാമത് നമ്മെ ഖബറിൽ നിന്ന് ഹയാത്താക്കുന്നുവെങ്കിൽ ഫനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, തീർച്ച ചോദിക്കേണ്ടതൊക്കെ ചോദിക്കും. ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചിട്ടേ മറ്റുള്ള സന്തോഷം അല്ലാഹു നമുക്ക് നൽകുകയുള്ളൂ. മരണം ഉറപ്പ് തന്നെയാണ്, നമുക്കൊരു സംശയവുമില്ല. ഈ വിഷയം ഞാനങ്ങ് പറഞ്ഞപ്പോൾ സൂചിച്ചെന്ന് മാത്രം.